ആയരെ ആ കരയിലാരാന്ന് നോക്കി. നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനും, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രോ, 4 കുപ്പിക്കണ്ടനാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. ഇവിടെ ഫിസിക്സ് ആണ് മെയിൻ. നിങ്ങളൊക്കെ ഫിസിക്സിന്റെ ഫാൻസ് ആണെന്ന് അറിയാം. എങ്കിലും നിങ്ങളൊന്ന് ആ ലൈവ് ചാറ്റിലൊന്ന് പറയുക, ഇന്നത്തെ ഈ ഒരു മെന്റി വാറിൽ, മെന്റി യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുക? ഓക്കെ, ഫിസിക്സ് ആണോ ബയോളജി ആണോ ജയിക്കുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ലൈവ് ചാറ്റിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ ആര് തോക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആര് ജയിക്കും മക്കളെ, ആര് ജയിക്കും ആര് തോക്കുന്നു നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ബയോളജി ആര് ജയിക്കുമെന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ ബയോളജി ആണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ 9ാം ക്ലാസ്സിൽ മിസ്സിന്റെ മെന്റിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാം, അവർക്കറിയാം മിസ്സിങ്ങിനെ. ABCD ഫസ്റ്റ് ലെറ്റർ ഏത്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അങ്ങനത്തെ കോമഡി ചോദ്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ടാണ് ബയോളജി ജയിക്കുന്ന പേര് പറയുന്നത്. കാരണം കത്രിക അല്ലാണ്ട് പിന്നെ കത്തിയാവോ? ഇല്ല, അത്രേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ വന്നപ്പോ അലക്സാർ പെട്ടെന്ന് സ്ക്രീനിന്റെ പുറത്ത് പോയി. അപ്പൊ എനിക്ക് നല്ല സംശയം ആ ഫോണിൽ അലക്സാർ അതാണ് സംഭവിച്ചത്. ഇനിയിപ്പോ ആരും വന്നില്ലെങ്കിൽ നിങ്ങൾ മാറിക്കേ കുറച്ച് നമ്മള് കണ്ടുപിടിച്ചു. നിങ്ങളുടെ +1 ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ പറയുന്നുണ്ട് അതിന്റെ വലിയ സംഭവമൊക്കെ അല്ലേ, ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓ വെരി ഗുഡ്. അലൻ സാറിന്റെ ഭയങ്കര ലോജിക് ഒക്കെയാണ്, പക്ഷെ ഉത്തരം തെറ്റാന്നുള്ളൂ. തിരിച്ചെല്ലാം കഴിഞ്ഞു. പേര് മിസ്സാക്കണ്ട, ഇത് രസമില്ല. ടൈഗർ ബേബി എന്നൊക്കെ. അപ്പൊ അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വീണ്ടും പേര് റെഡി ആയിട്ടുണ്ട്. വേഗം നിങ്ങളുടെ ശരിക്കും പേരടിക്കുക. ശക്തി ബാച്ച്, ലക്ഷ്യ ബാച്ച് എന്നാണെങ്കിൽ ശക്തി ലക്ഷ്യ കൂടെ ചേർത്തിട്ട് പേരടിക്കുക. ഇവിടെ നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? ഞങ്ങളിവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൃഷ്ണൻ പറയാണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കേക്കരുതേ. ആന ഓടും കാത് ഓടില്ല, അങ്ങനെ എന്തൊക്കെയോ ഒന്നില്ലായിരുന്നോ? അതുകൊണ്ടൊന്നുമില്ല. ട്രിക്ക് മാത്രം